ഇന്ന് നമുക്ക് ചക്കക്കുരും മുരിങ്ങയ്ക്കായും മാങ്ങായും കൂടെ ചാറ് വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചക്കക്കുരു, മുരിങ്ങയ്ക്ക, മാങ്ങ, പച്ചമുളക്, സവോള ഇതെല്ലാം ഒന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൽ മാങ്ങ ഒഴിവാക്കി ബാക്കി സകല സാധനങ്ങളും കൂടെ കുക്കറിലേക്ക് തട്ടിയിട്ട് അതിലേക്ക് ഇത്തിരി മഞ്ഞപ്പൊടി, ഉപ്പും വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് വേവിക്കാമേ. ഒരു 3-4 വിസിലോട് കൂടി അതെല്ലാം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നേരെ ഞാനൊരു ചട്ടിയിലേക്ക് മാറ്റിയിട്ട് നേരത്തെ നമ്മൾ ഒഴിവാക്കി മാറ്റി വെച്ച നമ്മുടെ മാങ്ങ ഇല്ലേ, അപ്പോൾ അതും കൂടെ ചേർത്ത് ഒന്ന് വേവിക്കാൻ വെക്കാം. നമ്മുടെ മാങ്ങ ഒന്ന് വെന്ത് വരണല്ലോ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതവിടെ ഇരുന്ന് വേകുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങായും ചിരണ്ടി അതിലേക്ക് 2 അല്ലി വെളുത്തുള്ളിയും കുറച്ച് ജീരകവും കൂടി ഇട്ടിട്ട് നല്ല പേസ്റ്റ് പരുവത്തിലൊന്ന് അരച്ചുകൊണ്ട് വരാം. ഇതെല്ലാം കൂടെ ഒരുമിച്ച് നമ്മൾ ചേർത്ത് വേവിക്കാൻ വെച്ചു എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ മുരിങ്ങയ്ക്കായും വെന്തുടഞ്ഞൊന്നും പോയിട്ടില്ല കേട്ടോ. എല്ലാം പാകത്തിനേ വെന്തിട്ടുള്ളൂ. മാങ്ങ നമുക്ക് അതിൻ്റെ കൂടെ ചേർക്കാൻ പറ്റില്ല, കാരണം അതങ്ങ് വല്ലാണ്ട് വെന്ത് പോകുന്നത് കാരണം. അതാണ് സെപ്പറേറ്റ് ഞാൻ മാങ്ങ വേവിച്ചത്. അപ്പം നമ്മുടെ എല്ലാ സാധനങ്ങളും വെന്ത് വന്നപ്പോഴത്തേക്ക് നേരെ നമ്മുടെ തേങ്ങയുടെ അരപ്പും കൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് ചൂടാക്കിയെടുത്തു. എന്നിട്ട് നേരെ ഒരു ചീനച്ചട്ടി അടുപ്പിലോട്ട് വെച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ഒരു ചുമന്ന മുളകും കൂടി ഇട്ടിട്ട് ഇച്ചിരി ചെറുതായിട്ട് എരിഞ്ഞ് നമ്മുടെ സവോളയും കൂടി ഇട്ട് ഒന്ന് വഴറ്റി നമ്മുടെ ഈ കറിയിലേക്ക് ചേർക്കാം. അപ്പോൾ ഇത് താളിച്ച് ചേർക്കുന്നതോടുകൂടി നമ്മുടെ ചക്കക്കുരു, മാങ്ങായും മുരിങ്ങയ്ക്കായും കറി റെഡി ആയിട്ടുണ്ട്. അപ്പം ഇന്ന് ഉച്ചക്കത്തെ എൻ്റെ ചോറിൻ്റെ ചാറുകറി ഇതായിരുന്നു കേട്ടോ. സിമ്പിൾ പരിപാടിയായിരുന്നു. പെട്ടെന്ന് നമ്മുടെ ജോലിയും തീരും. ഈ ചക്ക സീസൺ കഴിയുന്നത് വരെ ചക്കക്കുരുവിൻ്റെ കറികൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും കേട്ടോ. അപ്പം എല്ലാവരും മറക്കാതെ വീഡിയോസൊക്കെ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ഇന്നത്തെ എൻ്റെ വിശേഷം ഇത്രയേ ഉള്ളൂ കേട്ടോ.